നിലമ്പൂരിൽ പരസ്യ പ്രചാരണം തീരാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ പ്രധാന നേതാക്കളെ ഗ്രൗണ്ടിലിറക്കിയാണ് സ്ഥാനാർത്ഥികൾ കരുത്തുകാട്ടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോത്തുകൽ, കരുളായി, അമരമ്പലം എന്നീ പഞ്ചായത്തുകളിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജിനായി പ്രചാരണം നടത്തി. ഇതോടെ 7 പഞ്ചായത്തുകളിലും മുഖ്യമന്ത്രി പ്രചാരണത്തിനെത്തി. UDFന് ഏത് മാർഗവും ഉപയോഗിച്ചും തെരഞ്ഞെടുപ്പ് ജയിക്കണമെന്നാണ് നിലപാട്. കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് ആരെയും അകറ്റേണ്ടതില്ല, എല്ലാവരെയും കൂടെ കൂട്ടാമെന്നാണ്. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നൊരു മുന്നണിയല്ല LDF. ഞങ്ങൾക്ക് ഒരു വിഘടന ശക്തിയുടെയും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയോ ആശീർവാദമോ ആവശ്യമില്ല. സ്ഥലം MP കൂടിയായ പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലെത്തിയതിന്റെ ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ തുടരുകയാണ്. ആശാസമരവും ക്ഷേമ പെൻഷനും പരാമർശിച്ചായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം. നിലമ്പൂരിൽ UDF വിജയിക്കുമെന്ന് തികഞ്ഞ ആത്മവിശ്വാസമാണ് പ്രിയങ്ക ഗാന്ധി പ്രകടിപ്പിച്ചത്. I'm very positive. He will win. I'm very positive about this election. മുൻ ക്രിക്കറ്റ് താരം തൃണമൂൽ കോൺഗ്രസ് MP-യുമായ യൂസഫ് പത്താൻ PV അൻവറിനായും ഇപ്പോൾ റോഡ് ഷോ നടത്തുകയാണ്. റോഡ് ഷോ ശക്തി പ്രകടനമാക്കുകയാണ് PV അൻവർ. PV അൻവർ നിലമ്പൂരിന്റെ മാൻ ഓഫ് ദി മാച്ച് ആകുമെന്ന് യൂസഫ് പത്താൻ പറഞ്ഞു. अनवर जी के लिए मुझे बहुत खुशी है कि उन्होंने जो काम किए हैं वो काम की वजह से उनको इतना प्यार यहाँ पर मिल रहा है और ये देख के बहुत अच्छा लग रहा है मुझे. तो नीलमपुर के वर्कर्स है, पार्टी वर्कर्स है, और ये बहुत बड़ी सेना है अनवर जी की और तृणमूल की, जो यहाँ के लोगों के लिए काम करने के लिए रेडी है और उनके लिए खड़े रहने के लिए रेडी है. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പ്രചാരണത്തിനായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള പ്രമുഖർ NDA ക്യാമ്പിൽ സജീവമായുണ്ട്. ഇവര് ഫുൾ ടൈം പൂവും പിടിച്ച് പാട്ടും പാടി റീലുണ്ടാക്കി ഞങ്ങൾ യൂത്ത് പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയാണ്. എന്നിട്ട് ചെയ്യുന്നത് എന്താണ്? ഈ റീലുണ്ടാക്കുമ്പോൾ ബാക്ക് സൈഡിൽ ഇരുന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒപ്പം ഒരു അലയൻസ്. ഇതാണ് സത്യം. LDFും പ്രീണരാഷ്ട്രം ചെയ്യുന്നു, PDPന് തലയിൽ കെട്ടി ഇറങ്ങുന്നു. UDFും ജമാഅത്തിൻ്റെ ഒപ്പം പ്രീണരാഷ്ട്രം ചെയ്യുന്നു. അതിൽ എന്ത് വ്യത്യാസം ജനങ്ങൾക്കറിയാം. വിപിൻ C വിജയൻ ചേരുന്നു നിലമ്പൂരിൽ നിന്ന്. വിപിൻ, കൊട്ടിക്കലാശത്തിന് മുമ്പേ കൊട്ടിക്കലാശത്തിന് സമാനമായ ഒരു ഞായറാഴ്ച വൈകുന്നേരമാണ് ഇന്ന് നിലമ്പൂരിൽ കണ്ടത്. ഏറ്റവും ഒടുവിൽ അവസാന പ്രചാരണ മണിക്കൂറുകളിലെ ചർച്ചാ വിഷയങ്ങൾ എന്തൊക്കെ? നേതാക്കളുടെയും പ്രവർത്തകരുടെയും ആത്മവിശ്വാസവും ആരോപണങ്ങളും എന്തൊക്കെ? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സൂപ്പർ സൺഡേയാണ് ഈ കടന്നു പോകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എല്ലാ മുന്നണികളും അവരുടെ താരപ്രചാരകരെ തന്നെ ഇറക്കിക്കൊണ്ടുള്ള ഒരു നാട് മൊത്തം ഇളക്കിക്കൊണ്ടുള്ള ഒരു പ്രചാരണം തന്നെയാണ് ഇന്ന് നടത്തിയത്. അതിലെടുത്തു പറയേണ്ടത് UDFന് വേണ്ടി പ്രിയങ്ക ഗാന്ധി എത്തി എന്നുള്ളതാണ്. 2 രാഷ്ട്രീയ യോഗങ്ങളിലാണ് അവർ പങ്കെടുത്തത്. തുടരുക. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി സംസാരിക്കുന്നു തത്സമയം. നിങ്ങൾ ഇന്ന് വലിയ മഴയത്തും ഇന്ന് മുഴുവൻ മഴ പെയ്യുമ്പോഴും 3 മണി മുതൽ ഇവിടെ ഞങ്ങളെ കാത്തു നിൽക്കുകയാണ്. First, I want to say a big thank you to you for doing this for us, for waiting here for us. ആദ്യമായി നിങ്ങൾ ഇവിടെ എത്തിയതിന്, ഇത്രയും വലിയ ഒരു സമ്മേളനമായി മാറ്റിയതിന് ഞാൻ നിങ്ങളോടുള്ള വലിയ നന്ദി രേഖപ്പെടുത്തുന്നു. I would like to welcome Shri KC Venugopal ji, Shri Sunny Joseph ji, Shri VD Satishan ji, Shri Ramesh Channitala ji, Shri Abbas Ali Tangal ji, വിപിൻ C വിജയൻ തുടരുന്നുണ്ട്. വിപിൻ, മുമ്പ് സൂചിപ്പിച്ചതുപോലെ തോരാത്ത മഴയിലും ചോരാത്ത ആവേശമാണ്. ആവേശത്തിന്റെ സന്തോഷത്തിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം. നമ്മൾ മുമ്പ് പറഞ്ഞു നിർത്തിയിടത്തേക്ക് ഏറ്റവും അവസാന മണിക്കൂറുകളിലെ ചർച്ചാ വിഷയങ്ങൾ, പ്രചാരണ വിഷയങ്ങൾ എന്തൊക്കെ? എസ് ഗോകുൽ, മൂത്തേടത്ത് സംസാരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മടങ്ങിയിട്ടുള്ളത്, നിലമ്പൂരിൽ പ്രസംഗിക്കുന്നത്. ഇപ്പോൾ മൂത്തേടത്ത് പ്രധാനമായും പറഞ്ഞത് ഒന്ന് വന്യമൃഗശല്യമാണ്. വന്യമൃഗശല്യം, ഒപ്പം തന്നെ ആശാസമരം, ക്ഷേമ പെൻഷൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സജീവമായി നിലനിന്നിരുന്ന എല്ലാ വിവാദങ്ങളും പ്രശ്നങ്ങളും എല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു ഇവിടെ പ്രിയങ്ക ഗാന്ധി കാഴ്ചത്. അതിൽ പ്രധാനമായും ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതവും ജീവനോപാധിയും രാഷ്ട്രീയവൽക്കരിക്കാൻ ഇടയാക്കരുത് എന്നുള്ളതാണ് അവർ പ്രധാനമായും രാഷ്ട്രീയമായി പറഞ്ഞു വെച്ചത്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളായിരുന്നു
എന്നായിരുന്നു പ്രധാനമായും പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അത് ദേശീയ നേതൃത്വത്തെക്കുറിച്ച് പറയുന്നു എന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം അത് കേരള സർക്കാരിലേക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യപ്പെട്ട് ആശാ സമരത്തെയും ഒപ്പം തന്നെ ക്ഷേമ പെൻഷൻ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രം കൊടുക്കുന്നു തുടങ്ങിയിട്ടുള്ള ഇതിനു മുൻപുണ്ടായിരുന്ന വിമർശനങ്ങൾ ആവർത്തിക്കുന്നു പ്രിയങ്ക ഗാന്ധി. ഒപ്പം തന്നെ ഈ വന്യമൃഗശല്യമാണ് ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആര്യടൻ ഷൗക്കത്തിനെ നിങ്ങൾ വിജയിപ്പിക്കുകയാണെങ്കിൽ തന്റെ ജോലി കൂടി അത് സുഗമമായി നടക്കാൻ ഇടയാക്കും എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. പ്രവർത്തകർക്കിടയിൽ ഇതൊരു വലിയ ആത്മവിശ്വാസം കൂട്ടിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നത് UDF ക്യാമ്പിന് ഒരു ഉണർവുണ്ടാക്കിയിരിക്കുന്നു. 65,000 വോട്ടുകൾക്കാണ് ഇവിടെ പ്രിയങ്ക ഗാന്ധി ഭൂരിപക്ഷം മാത്രം നിലമ്പൂർ മണ്ഡലത്തിൽ നേടിയത്. അപ്പോൾ അതിന്റെ പകുതിയുടെ പകുതി നേടിയാൽ പോലും അത് വലിയ ഒരു മുൻതൂക്കം ആര്യടൻ ഷൗക്കത്തിന് നൽകുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് പ്രവർത്തകർക്കിടയിലുള്ളത്. LDF-നെ സംബന്ധിച്ച് ഇന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ തുടർന്നു. ജമാഅത്ത് ഇസ്ലാമിയും UDF-ഉമായുള്ള കൂട്ടുകെട്ടിന് നിശ്ചിതമായിട്ടുള്ള വിമർശനമായിരുന്നു അതിൽ മുഖ്യമന്ത്രി നടത്തിയത്. ഇന്ന് മറ്റൊന്ന് എടുത്തു പറയേണ്ടത് യൂസഫ് പത്താന്റെ വരവാണ്. യൂസഫ് പത്താൻ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവറിന് വോട്ട് ചോദിച്ചാണ് എത്തിയത്. ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് വഴിക്കടവ് വരെയാണ്, അത് വളരെ ദൂരമുണ്ട്, വഴിക്കടവ് വരെയുള്ള ഒരു റോഡ് ഷോ ആണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ശക്തി പ്രകടനം തന്നെ ആക്കി മാറ്റാൻ അതിന് PV അൻവറിന് സാധിച്ചിരിക്കുന്നു. മമതാ ബാനർജിയും ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസും PV അൻവറിനൊപ്പം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് യൂസഫ് പത്താൻ പറഞ്ഞു വെക്കുന്നത്. ആ യാത്ര ഇപ്പോൾ എടക്കരയിൽ എത്തിയിട്ടേ ഉള്ളൂ. ഏകദേശം ഒരു 8 മണിയോടുകൂടി മാത്രമായിരിക്കും അത് വഴിക്കടവിൽ എത്തിച്ചേരുക എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഈ സമയത്തൊക്കെ ഇവിടെ മഴയുണ്ട് എന്നുള്ളതാണ്. ഈ മഴയത്താണ് ചോരാത്ത ആവേശവുമായി 3 മുന്നണികളുടെയും പ്രവർത്തകർ സജീവമായി തന്നെ നിൽക്കുന്നത്. NDAക്ക് വേണ്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും എത്തിയിട്ടുണ്ട്. മറ്റന്നാളാണ് കൊട്ടിക്കലാശം എന്നുണ്ടെങ്കിലും അതിന് തൊട്ടു മുൻപ് ആവേശം വിതറിക്കൊണ്ടുള്ള ഒരു ഞായറാഴ്ച വൈകുന്നേരമാണ് ഈ കടന്നു പോകുന്നത്. ഗോകുൽ, തീർച്ചയായും പൂരം വെടിക്കെട്ടിന് മുൻപ് ഒരു സാമ്പിൾ വെടിക്കെട്ടുന്ന പോലെയാണ് നിലമ്പൂരിൽ കൊട്ടിക്കലാശത്തിന് മുൻപേ ഒരു സൂപ്പർ സൺഡേ പ്രചാരണത്തിന്റെ ഘോഷമാണ് അവിടെ മുഴങ്ങുന്നത്. ആവനാഴിയിലെ സകല ആയുധങ്ങളും മുഴുവൻ ജനസ്വാധീനമുള്ള നേതാക്കളെയും കളത്തിലിറക്കിയ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. ആവേശം ചോരുന്നില്ല നിലമ്പൂരിൽ.